ഹെൽസ ഡിസൈൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഇത് നമ്മൾ കോട്ടയം ജില്ലയിൽ മണിമലയിൽ ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു ലാൻഡ് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ ക്ലയൻറ്റ് നമ്മളുമായിട്ട് അപ്രോച്ച് ചെയ്തൊരു വീടാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു ഡിഫറെൻറ്റ് ടെറൈനാണ് നമ്മളിതിപ്പം ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. കാര്യം ഒരു ഹൈറ്റുള്ളൊരു ലാൻഡായിരുന്നു. ശരിക്കും ഈ ലാൻഡിൻ്റെ ഫസ്റ്റ് കുറച്ച് പിക്ചേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം. കാര്യം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാവത്തില്ല ആ ഒരു രീതിയിലാണ് ഈ ലാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഹൈറ്റ് ഇത് നല്ല കോണ്ടൂർസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടൂർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് രണ്ട് തരത്തിൽ മീൻസ് രണ്ട് ഹൈറ്റിലാണ് നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മേജർ ഫ്രണ്ട് ഏജ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേവർ ഏരിയയും കാര്യം പാർക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളൊരു പേവർ ഏരിയയും പിന്നെ ഒരു സ്റ്റാൻഡിങ് ഏരിയയിൽ കുറച്ച് ലാൻഡ്സ്കേപ്പും അതിനുശേഷം മെയിൻ്റനൻസും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് കുറച്ച് പെബിൾസിൻ്റെ ഒരു പെബിൾ കോട്ട് കൂടിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ടെറൈനിലാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഇൻക്ലൈൻഡ് ലാൻഡ് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കോബിൾ പേവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രാനൈറ്റിൻ്റെ കോബിൾ പേവേഴ്സാണ്, അതും റഫ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോബിൾ പേവേഴ്സ് കഴിഞ്ഞാൽ ഇൻസൈഡിലേക്ക് വരുന്ന പോർഷനിൽ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അകത്തേക്ക് തുറക്കാൻ സാധിക്കില്ല. കാര്യം എന്താ വെച്ചാൽ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടും നമുക്ക് ഈ ഒരു ഗേറ്റിനുള്ള ഒരു സ്ലോപ്പ് ഏരിയ അവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളിത് പുറത്തേക്കാണ് ഇവിടുത്തെ ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് വരുന്ന പോർഷനിൽ നമ്മൾ ഈ ഒരു സ്ലാൻഡിങ് ഏരിയയിൽ കുറച്ച് ഗ്രിപ്പ് ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷനിൽ ഗ്രാനൈറ്റ് പേവേഴ്സ് അതും കോബിൾസ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫ്ലെയിംഡ് നാച്ചുറൽ സ്റ്റോൺ ആണ് ടോപ്പിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഗ്രാസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമേ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലോട്ടിൽ കുറച്ചും കൂടി നമുക്ക് വിസിബിലിറ്റി കൂട്ടാനായിട്ട് കുറച്ചുകൂടി ഒരു ഏരിയ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു ബൾക്കി ഫീല് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലീനിയർ ലൈൻസ് കീപ്പ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി സിമ്പിളാക്കാനാണ് നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. പേവറിൻ്റെ കേസിൽ ഹാർഡ്സ്കേപ്പിൻ്റെ കേസിൽ അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കയറി വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട്, കണ്ടില്ലേ? ഒരു ഓൾമോസ്റ്റ് ഒരു 6-7 മീറ്ററോളം ഈ ഒരു സ്ലോപ്പാണ്. ഇതാണ് നമ്മുടെ ഒരു ഡ്രൈവേ പോർഷൻ വരുന്നത്. ആ ഡ്രൈവേ പോർഷൻ മുകളിലേക്ക് കയറി വന്നതിന് ശേഷം വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ഈ വീട്ടിന് ഉള്ളത്. നമ്മൾ ഈ വീട്ടിൽ ഒരു കാർ വാഷ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് 3 ഫീറ്റിൻ്റെ 2 പേവേഴ്സ് കൊടുത്തിട്ട് നമ്മളൊരു കാർ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കാർ വാഷ് ഏരിയ നമ്മൾ പറയാൻ കാരണം വെച്ചാൽ ഇൻ കേസ് ഇപ്പം ഇവിടെ ഓണർക്ക് 1-2 കാറുകളൊക്കെ ഉള്ളതാണ്. അപ്പം ഇവിടെ ജസ്റ്റ് ഒരു കാർ വേണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം. ഇൻ കേസ് ഇവിടെ പാർക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. കഴുകണം എന്നുള്ള സമയത്ത് ഈ ഒരു പെബിൾസ് ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് അഴുക്കും കാര്യങ്ങളൊന്നും മറ്റ് ഹാർഡ്സ്കേപ്പിലേക്ക് ഒലിച്ചിറങ്ങുന്ന ഇഷ്യൂസ് വരത്തില്ല. അതിനാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ പേവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരുന്ന വാഹനങ്ങളിലുള്ള ഡസ്റ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നമ്മുടെ ഹാർഡ്സ്കേപ്പിനകത്ത് വീണിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനൊരു ബുദ്ധിമുട്ട് എല്ലായിടത്തും കാണാറുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഈ ഒരു രീതിയിൽ ഒരു ട്രാക്ക് മോഡലിൽ സെറ്റ് ചെയ്യുന്നത്. കാര്യം ഇതിനകത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് മറ്റുള്ള പോർഷൻസിലൊക്കെ വെള്ളം ഇറങ്ങും. പെബിൾസാണ് കൊടുത്തിരിക്കുന്നത്, ഗോൾഡൻ ബ്രൗൺ പെബിൾസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു ടൈപ്പ് പെബിൾസ്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടി കയറ്റിയിട്ടിട്ട് ഇവിടെ വാഷ് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു പെബിൾസിലേക്ക് ഇറങ്ങിപ്പോവുകയും ജസ്റ്റ് നമുക്ക് വാഷ് ചെയ്യുമ്പം വെള്ളം കലർന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ നമുക്ക് അത്രയും അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു ഇഷ്യൂ വരത്തില്ല. നോർമലി വാഷ് ചെയ്യുമ്പം ഈ ഒരു ഹാർഡ്സ്കേപ്പ് ഇതുപോലുള്ള ഹാർഡ്സ്കേപ്പിലൊക്കെയാണ് നമ്മൾ വാഷ് ചെയ്തിടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ഇൻക്ലൈൻഡ് ലാൻഡ് കയറി വന്നതിന് ശേഷം അത്യാവശ്യം ഒരു 20 ഫീറ്റോളം വീടിൻ്റെ കാർ പോർഷനിൽ നിന്നൊരു 20 ഫീറ്റോളം ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ധാരാളമാണ്. ഒരു ഒരു 2-3 കാറുകൾ പാർക്ക് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം കാർ എടുത്ത് നമ്മൾ തിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴായാലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ലെങ്താണ് ഒരു 20 ഫീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി നോക്കുന്നത് അത്യാവശ്യം വീടിൻ്റെ വലുപ്പം അനുസരിച്ചാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യാറ്. എങ്കിൽ പോലും ഒരു 20 ഫീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഉചിതമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മുറ്റത്തിൻ്റെ ഡിസൈനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഫുൾ പേവിങ് സ്റ്റോൺ കൊടുത്തിട്ട് അധികം സ്റ്റോൺ ഏരിയ കൂട്ടി അങ്ങനെ ഒരു കോൺസെപ്റ്റിലൂടെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പേസിൽ നമ്മളിവിടെ പേവിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗസിബോ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗസിബോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കുറച്ച് സ്പേസ് നമ്മൾ ഹാർഡ്സ്കേപ്പ് കൊടുത്തു. അതിന് ശേഷമുള്ള സ്പേസ് നമ്മൾ കുറച്ച് ഏരിയയിൽ പെബിൾസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ
ഇൻ കേസ് നമുക്കൊരു ഈവനിങ് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യണം, ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നമുക്ക് കുറച്ച് ചെയർസും കാര്യങ്ങളും പ്ലേസ് ചെയ്ത് നമുക്കിവിടെ ഒരു സീറ്റിംഗ് സ്പേസ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ വീടിൻ്റെ കാർ പോർച്ച് ജസ്റ്റ് വീടിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ സെപ്പറേറ്റ് വേണമെങ്കിൽ പാർക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇൻ കേസ് ഒരു റാമ്പ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ഒരു ആലോചന ഇവിടെ ഉണ്ടായിരുന്നു. ഒരു റാമ്പ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമുക്കൊരു ബൈക്കൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പേസാണ്. പക്ഷേ ഇവിടെ അത്രയും പാർക്കിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സീറ്റിംഗ് സ്പേസ് എന്നുള്ള കോൺസെപ്റ്റിലാണ്. അതിൻ്റെ ബാക്ക് സൈഡ് പോർഷൻ നമ്മളൊരു RR ക്ലാഡിങ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഇതിൻ്റെ താഴെ വരാനുള്ളതാണ്. ഇപ്പോൾ ക്ലയൻറ്റ് ശരിക്കും നാട്ടിൽ സ്ഥിരമായിട്ട് താമസമില്ലാത്തതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഭാവിയിൽ ആ ഒരു പോർഷൻസിൽ കുറച്ച് പ്ലാൻസും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗസിബോൻ്റെ ലുക്ക് അത്യാവശ്യം ഒരു ചേഞ്ച് ആവുന്ന ഒരു കേസാണ്. പിന്നെ നമ്മളിതിൻ്റെ ഈ ഒരു ഗസിബോയിലേക്കുള്ളൊരു പേവർ കൊടുത്തിരിക്കുന്നത് 30 mm തിക്നെസ് ഉള്ള പേവേഴ്സാണ്. 30 mm 5 ഫീറ്റും 3 ഫീറ്റും വരുന്ന പേവേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയാണ് ഇവിടെ ഈ ഒരു പോർഷനിൽ ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. നിങ്ങൾ ഈ കാണുന്ന ഫുൾ പച്ചപ്പും ആർട്ടിഫിഷ്യൽ ലോണാണ്. അപ്പം ഈ ഒരു ആർട്ടിഫിഷ്യൽ ലോണിൻ്റെ വിശേഷങ്ങൾക്ക് നമുക്ക് പോവാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീട്ടിലെ ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫുൾ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ആർട്ടിഫിഷ്യൽ ലോണാണ് ഈ ഒരു ചെയ്തിരിക്കുന്നത് മൊത്തം. നമ്മളിപ്പോൾ വീടിന് മുറ്റം കഴിഞ്ഞ് കുറച്ച് സ്പേസ് നമ്മൾ ഫ്ലാറ്റായിട്ട് തന്നെ കൊടുത്തിട്ടാണ് ഇവിടെ ഒരു സ്ലാൻഡിങ് ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഈ ഒരു ഫ്ലാറ്റ് സ്പേസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്കിംഗ് ഒക്കെ നമുക്കിപ്പോൾ രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് നടക്കുക എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ പേവ് ചെയ്തിരിക്കുന്നത് ഒരു റാൻഡം ഷേപ്പിൽ വരുന്ന പേവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. റാൻഡം ഷേപ്പിൽ വരുന്ന കടപ്പ സ്റ്റോണിൻ്റെ പേവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആ പേവേഴ്സ് എല്ലാം പെബിൾസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗാർഡൻ ബെഞ്ച് എന്ന് പറയാം. അത് സ്റ്റോണിൻ്റെ തന്നെ ഗാർഡൻ ബെഞ്ചാണ്. ഈ ഗാർഡൻ ബെഞ്ചിൽ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു മനോഹരമായ ലാൻഡ്സ്കേപ്പ് ജസ്റ്റ് ആസ്വദിച്ച് ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസാണ് ഈ ഒരു ഗാർഡൻ ബെഞ്ച്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിനകത്ത് ഒരു കോൺസെപ്റ്റ് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീറ്റ്. ഇതൊരു ജസ്റ്റ് എന്താ പറയണ്ടേ, ലാൻഡ്സ്കേപ്പിനകത്ത് തന്നെ ഒരു സീറ്റ്, നമ്മുടെ ലോണിനകത്ത് തന്നെ ഒരു സീറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി ഇതിപ്പോൾ നാച്ചുറൽ ഗ്രാസ് ഒക്കെ ഉള്ള പോർഷൻസിലാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുള്ളൊരു സംഭവമാണ്, കുറച്ചുകൂടി ഫീല് കിട്ടുന്ന സംഭവമാണ്. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ലോൺ ആണെങ്കിൽ പോലും കുറച്ചുകൂടി നമുക്ക് ഫീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സീറ്റ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീറ്റിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് കുറച്ചധികം ആൾക്കാരായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോജനിക് സ്പേസും കൂടിയാണ് ഈ ഒരു സീറ്റ്. അതും നമ്മൾ നാച്ചുറൽ സ്റ്റോണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പേവേഴ്സ് എല്ലാം തന്നെ ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് സ്റ്റോൺസ് ആണ്. ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് സ്റ്റോൺസ് യൂസ് ചെയ്താണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിനകത്തെ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്സിൽ നിന്ന് വന്നതിന് ശേഷം നമുക്കൊരു പെബിൾ കോട്ട് ഏരിയ ഉണ്ട്. ഈ പെബിൾ കോട്ട് ഏരിയയിലേക്ക് ജസ്റ്റ് പേവറിൽ കൂടെ നടന്ന് നമുക്ക് ജസ്റ്റ് ഒരു ആസ്വദിക്കാനുള്ളൊരു സ്പേസ് എന്ന് വേണം നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ വന്ന് നിൽക്കുമ്പോഴാണ് ശരിക്കും ഈ വീടിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ആ ഒരു നല്ല ഷോട്ടുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ടെർമിനാലിയാണ്, വെറിഗേറ്റഡ് ടെർമിനാലിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ടെർമിനാലേഴ്സ് നമ്മളിതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റാൻഡം ആയിട്ട് ലൈനപ്പ് ചെയ്യാതെ റാൻഡം ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടെർമിനാൽസിൻ്റെ ബോട്ടം ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കോബിൾസിൻ്റെ റൗണ്ട് കൊടുത്തിട്ട് അതിൽ റിവർ പെബിൾ, നാച്ചുറൽ റിവർ പെബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസിനോട് ചേർന്ന് ചെറിയ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ഈ ഒരു കോർട്ട്യാർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൾട്ടി ലെയർ ഫൈക്കസ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ താഴെ നമ്മൾ പേവിങ് കവറായിട്ട് മീൻസ് ഗ്രൗണ്ട് കവറായിട്ട് കൊടുത്തിരിക്കുന്നത് റിവർ പെബിൾസ് ആണ്. നമ്മൾ ഈ സൈഡിൽ 2 ടൈപ്പ് പെബിൾസ് കണ്ടു. ഒന്ന് നാച്ചുറൽ റിവർ പെബിൾ. കാര്യം ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടി പല ഏരിയാസിലും പല പേരുകളായിരിക്കും പറയുന്നത്. നോർമലി ആ ഒരു പെബിൾസിന് പറയുന്നത്, നമ്മൾ മുമ്പ് കണ്ട പെബിൾസിന് പറയുന്നത് പോണ്ടി പെബിൾസ് എന്നാണ്. എന്ന് വെച്ചാൽ പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്ന ഒരു പെബിൾ ആയതുകൊണ്ട് മാത്രം അതിനെ പോണ്ടി പെബിൾസ് എന്ന് വിളിക്കുന്നു. ഇതൊക്കെ നാച്ചുറൽ പെബിൾസ് ആണ്. അതേസമയം ഈ ഒരു പെബിൾസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ലൈം സ്റ്റോൺസിൻ്റെ പെബിൾസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഷേപ്ഡ് ആയിട്ട് വരുന്ന പെബിളാണ്. ഈ ഒരു പെബിളിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ മിക്സഡ് കളറാണ്. മുമ്പേ നമ്മൾ കണ്ടത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണെങ്കിൽ ഇതിനകത്ത് ഒരു ചോക്ലേറ്റ് കളറുണ്ട്, ഒരു എന്താ പറയണ്ടേ, ഒരു തവിട് നിറം, അങ്ങനെ പല ടൈപ്പ് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ പല കളേഴ്സ് മിക്സായിട്ട് ഒരു ഓവൽ ഷേപ്പിൽ സ്മൂത്ത് ഫിനിഷിൽ വരുന്ന ഒരു ടൈപ്പ് പെബിൾസാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി ഇതിനെ കൺവേ ചെയ്യുന്നത് എന്താ പറയണ്ടേ, റിവർ പെബിൾസ് എന്നാണ് നോർമലി. കാര്യം നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധിക്കുന്നത് റിവർ പെബിൾസ് എന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. പോണ്ടി പെബിൾസ് എന്ന് അന്വേഷിച്ചാൽ മാത്രമേ മറ്റൊരു പെബിൾസ്, നമ്മൾ ആദ്യം കണ്ട പെബിൾസ്
അവൈലബിൾ ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഷോ പ്ലാന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാണാനുള്ള ഭംഗി തന്നെയാണ് ഈ ഒരു പ്ലാന്റിനെ ഇത്രയും എന്താ പറയണ്ടേ അട്രാക്റ്റീവ് ആക്കുന്നത്. മൾട്ടി ലെയർ ഹെഡ്സ് ആണ് ഇതിനുള്ളത്. ഈ ഒരു ഹെഡുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ആക്കിയെടുക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സ് അടുപ്പിച്ച് പ്രായമുള്ള പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹെഡ്സ് ഇതിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വരുന്നൊരു ബെഡ്റൂം ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഏരിയയുടെ ഫ്രണ്ടിൽ ചെറിയ കുറച്ച് പ്ലാന്റിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന നോർമൽ തെറ്റി പോലത്തെ പ്ലാന്റുകളാണ്. ബുഷായിട്ട് വരുന്ന കുറ്റി തെറ്റി, ഡാഫ് ടൈപ്പ് തെറ്റികളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാത്ത് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ചുറ്റും നടക്കാനായിട്ട് നമുക്കിവിടെ ഒരു പാത്ത് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 30 mm ഗ്രാനൈറ്റ് പേവേഴ്സിൽ പേവ് ചെയ്തിരിക്കുന്ന പാത്ത് വേ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാത്ത് വേ കടന്നിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കവർ ചെയ്ത് ടോട്ടൽ ഫുൾ ഏരിയയും കവർ ചെയ്ത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ എത്താൻ സാധിക്കും. അങ്ങനെയാണ് ഒരു വാക്ക് വേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം രാവിലെ നമുക്ക് നടക്കാൻ പോകാൻ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഈ സ്ഥലം നമുക്ക് പരിചയമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ വീടിൻ്റെ ചുറ്റും തന്നെ നടന്ന് നമുക്ക് രാവിലത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസാണ് ഈ ഒരു പാത്ത് വേ. ഈ ഒരു പാത്ത് വേ കൊടുത്തിരിക്കുന്നത് 30 mm പേവേഴ്സിലാണ്. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ പെബിൾസ് കൊടുത്തിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. മാക്സിമം വെള്ളം ഈ ഒരു പോർഷനിൽ ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പെബിൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ ബോട്ടം ഏരിയയിൽ ടാർപോളിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടാർപോളിൻ യൂസ് ചെയ്യാത്ത പക്ഷം പുല്ല് കിളിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ടാർപോളിൻ കീപ്പ് ചെയ്തിട്ട് തന്നെ പേവ് ചെയ്യുന്ന പെബിൾസ് ലേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെറിയ മീൻസ് മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ് എങ്കിൽ പോലും ചെറിയ പ്ലാന്റുകളാണ്. ആ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വളർന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പാത്ത് വേ ഇങ്ങനെ തന്നെ ത്രൂ ഔട്ട് വരുന്നുണ്ട്. ബാക്കി ഒരു ഏരിയയും കൂടി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പേ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയ ഒരു സ്പേസാണ്. കുറച്ച് മുമ്പ് നമ്മളിവിടെ ഒരു കാർ വാഷ് ഏരിയ, നമ്മളൊരു ഒരു ട്രാക്ക് ഏരിയ സെറ്റ് ചെയ്യാനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന് തൊട്ട് സൈഡിലേക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്പേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കലാത്തിയ ലൂട്ടിയ പ്ലാന്റ്സ് ആണ്. കലാത്തിയ ലൂട്ടിയ പ്ലാന്റ്സ് അതിൻ്റെ ബോട്ടം കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്പാഡർ ലില്ലീസ് ആണ്. സ്പാഡർ ലില്ലീസ് ഇത് കുറച്ച് തിക്കായിട്ട് വന്നു കഴിയുമ്പം ഇതിൻ്റെ ഒരു ബോട്ടം ഏരിയ കവർ ചെയ്ത് ഈ ഒരു സ്പാഡർ ലില്ലി എന്ന് പറയുന്ന പ്ലാന്റ് കുറച്ചുകൂടി ബുഷിയായിട്ട് കിളിച്ച് വരും. അതിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഫോക്സ്റ്റൈൽ പാംസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിലുള്ള പ്ലാന്റ്സ് വേണമെന്ന റിക്വയർമെൻറ്റ് പ്രകാരമാണ് ഇവിടെ ഒരു ഫോക്സ്റ്റൈൽ പാംസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇവിടെ കൂടുതൽ ഏരിയയും കവർ ചെയ്തിരിക്കുന്നത് പെബിൾസ് യൂസ് ചെയ്തിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പെബിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഉള്ള 2-3 ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ഉണ്ടാവുന്നില്ല. പിന്നെ ഡ്യൂറബിളാണ്. കാര്യം ഒരു കാരണവശാലും പെബിൾസ് എന്ന് പറയുന്നത് അങ്ങനെ നശിച്ചു പോകുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡ്യൂറബിലിറ്റി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇതിലൊരു മേജർ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. കാര്യം ക്ലയൻറ്റിനെ സംബന്ധിച്ച് അവർ എബ്രോഡാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജസ്റ്റ് ഒരു 3 to 4 months ഇരിക്കുമ്പോൾ വന്നു പോകുന്ന രീതിയിലാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ളത്. അപ്പം നമ്മളെപ്പോഴും ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും നോക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് മാച്ച് ആവുന്ന ഒരു വീട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് മാച്ച് ആയെങ്കിൽ മാത്രമേ എന്നും ഭംഗിയോടുകൂടി അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അതും കൂടി ചിന്തിച്ച് വേണം ലാൻഡ്സ്കേപ്പോ നമ്മുടെ വീടിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം അവർക്ക് മെയിൻ്റനൻസ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോണിലേക്ക് വന്നപ്പോൾ ആർട്ടിഫിഷ്യൽ യൂസ് ചെയ്തു. മാക്സിമം ഏരിയ പുല്ല് കളിച്ച് കാട് പിടിച്ച് നശിക്കാതിരിക്കാനായിട്ട് പെബിൾസ് വെച്ചിട്ട് കവർ ചെയ്ത്, അതും ടാർപോളിൻ ലേ ചെയ്തിട്ട് പെബിൾസ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റും വർക്കൗട്ടായി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെയിൻ്റനൻസും ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനോഹരമായ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ലാൻഡ്സ്കേപ്പ് നിങ്ങളുടെയും വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കലിസ്ത ഡിസൈൻ സ്റ്റുഡിയോനെ സമീപിക്കാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് താല്പര്യമുള്ള, ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, എങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് വർക്കൗട്ടും കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഒരുപാട് കോസ്റ്റ് ആകാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റൊക്കെ നമുക്ക് എന്താ പറയണ്ടേ, ഓരോ കൺസേൺഡാണ്, ഓരോ ആൾക്കാരുടെയും കൺസേൺ പോലെയാണ്. കാര്യം നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടും ചെയ്യാൻ സാധിക്കും. എന്നാൽ കോസ്റ്റ് വർക്കൗട്ട് ചെയ്ത് കുറച്ചുകൂടി എന്താ പറയണ്ടേ സിമ്പിളായിട്ട് ഇതുപോലെ മനോഹരമായ ലാൻഡ്സ്കേപ്പും കൂടി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പം മറ്റൊരു മനോഹരമായ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്.